യൂത്ത് കോൺഗ്രസിന്റെ മുൻ സംസ്ഥാന അധ്യക്ഷനായ രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ കേസ് ഇരുട്ടത്തിൽ തപ്പുന്നതും അതുപോലെ തന്നെ കുന്നംകുളത്തെ യൂത്ത് കോൺഗ്രസ് നേതാവിനെതിരെ ഉണ്ടായ ലോക്കപ്പ് മർദ്ദനവും കൊണ്ട് മാത്രം കേരളത്തിലെ പോലീസ് സംവിധാനം ഒന്നടങ്കം നാണം കെട്ടു നിൽക്കുകയാണ്. അതോടെ രാഹുൽ മാങ്കൂട്ടം MLA വ്യക്തിപരമായി നേരിടുന്ന വെല്ലുവിളികളും പ്രതിഷേധങ്ങളും മറന്ന മട്ടാണിപ്പോൾ കേരളം തന്നെ. മാങ്കൂട്ടത്തെ കുടുക്കാൻ മുഖ്യമന്ത്രി നേരിട്ടിടപെട്ടിട്ടും ക്രൈംബ്രാഞ്ചിന് അന്വേഷണ ചുമതല നൽകിയിട്ടും ഒരു കേസ് പോലും പരാതിക്കാരി എന്ന് പറയുന്നവരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടില്ല എന്ന് മാത്രമല്ല, അതോടെ പറഞ്ഞ അന്വേഷണം തന്നെ പ്രതിസന്ധിയിൽ നിൽക്കുന്നു എന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അങ്ങനെ ഒരു ദുരവസ്ഥ കേരളത്തിൽ ആഭ്യന്തര വകുപ്പിന് വന്നിരിക്കുമ്പോഴാണ് പ്രധാനപ്പെട്ട 4 പോലീസുകാർ ജനദ്രോഹ നടപടിയിൽപ്പെട്ട് സസ്പെൻഡ് ചെയ്യപ്പെടുന്നത്. 2 കേസുകളും പിണറായി വിജയൻ എന്ന ആഭ്യന്തരമന്ത്രിയെ സംബന്ധിച്ച് ഏറ്റവും വലിയ തിരിച്ചടി ആകുമ്പോഴാണ് അത് യൂത്ത് കോൺഗ്രസ് വഴി കോൺഗ്രസിനും UDFനും വലിയൊരു മൈലേജ് നൽകിയിരിക്കുന്നത്. ഇങ്ങനെയുള്ള ഒരു പോലീസ് സംവിധാനത്തെ വിശ്വസിക്കണോ ബഹുമാനിക്കണോ ഇനി ഒരു മലയാളിയും അതിന് നിൽക്കില്ല എന്നുറപ്പായതോടെയാണ് സർക്കാർ കൂടുതൽ സമ്മർദ്ദത്തിലാകുന്നത്. അതുതന്നെയാണ് രാഹുൽ മാങ്കൂട്ടം രക്ഷപ്പെടാനുള്ള എല്ലാ സാധ്യതകളും ഇപ്പോൾ തെളിഞ്ഞു വന്നത്. ആ കേസ് തന്നെ ജനങ്ങൾ മറക്കാൻ പോകുകയാണ്. അന്വേഷണം ഏറ്റെടുക്കുക മാത്രമല്ല, ഒരു പരാതിക്കാരിയെ കൂടി കണ്ടെത്തുക എന്ന അതിദുഷ്കരമായ പണിയാണ് ക്രൈംബ്രാഞ്ചിന് ഉണ്ടായിരിക്കുന്നത്. അതിപ്പോഴും നടന്നിട്ടില്ല. 13ഓളം പരാതികൾ വന്നു എന്നും പറഞ്ഞു നടക്കുകയാണ് ക്രൈംബ്രാഞ്ചും സൈബർ സഖാക്കളുമൊക്കെ. എന്നാൽ അതിൽ 10 എണ്ണവും വീട്ടിലിരുന്ന് പലരും DGPക്ക് ഇമെയിൽ വഴി അയച്ചതാണ് പരാതി എന്നാണ് പറയുന്നത്. അതായത് വെറും തമാശ രൂപത്തിൽ പോലീസ് സേനയെ പിണറായി ഭക്തന്മാർ തന്നെ കളിയാക്കുകയാണ്. അങ്ങനെ സാധാരണ ഒരു ലോക്കൽ പോലീസിൽ ഇതുവരെ പരാതി ലഭിക്കാത്തൊരു കേസ് ക്രൈംബ്രാഞ്ച് അന്വേഷിക്കാൻ വേണ്ടി മുഖ്യൻ തന്നെ പറഞ്ഞതാണ് എന്നതുകൊണ്ട് മാത്രം കേസ് കോടതിയിലെത്തിയാൽ നിലനിൽക്കില്ല എന്നുള്ളത് ഈ അന്വേഷണ സംഘത്തിന് തന്നെ നന്നായി അറിയാം. എന്നിട്ടും കളിക്കുന്ന ഈ നാടകം തികച്ചും കണ്ണിൽ പൊടിയിടാൻ വേണ്ടി മാത്രമാണ്. രാഹുൽ മാങ്കൂട്ടത്തിനെ കുടുക്കണം എന്ന് മാത്രമാണ് അവരുടെ ലക്ഷ്യം. നിലവിലെ അവസ്ഥ പ്രകാരം രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ആരല്ലോ പറഞ്ഞത് പ്രകാരം FIR രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അതിൽ 18 മുതൽ 60 വയസ്സുവരെയുള്ള സ്ത്രീകളെ ഗർഭിണിയാക്കി ഗർഭഛിദ്രം നടത്തുന്നു എന്നാണ് പറയുന്നത്. കേൾക്കുമ്പോൾ തന്നെ ഒരു തമാശയായി തോന്നുന്ന ഒരു FIR ഇത് വന്നതിന് ശേഷമാണ് ഇത് സത്യത്തിന് നിരക്കുന്നതല്ല എന്ന് കേരളത്തിലെ സ്ത്രീകൾ തന്നെ ഒന്നടങ്കം തിരിച്ചറിയുന്നതും മാങ്കൂട്ടത്തിന് ശക്തമായ പിന്തുണയുമായി കൂടെ നിൽക്കുന്നതും. അതിനോടൊപ്പം തന്നെ പിണറായി പോലീസിൻ്റെ തനിനിറം ജനങ്ങൾക്കെല്ലാം ബോധ്യമായ മറ്റൊരു നിമിഷത്തിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങൾ നീങ്ങിയിരിക്കുന്നത്. ഒരു പാവപ്പെട്ട യൂത്ത് കോൺഗ്രസ്സുകാരനെ മർദ്ദിച്ച് കൊല്ലാനാക്കിയിട്ട് കള്ളം പറഞ്ഞു നടന്ന ഭരണവർഗത്തെ തെളിവ് സഹിതം പൊക്കിയപ്പോൾ കേരളത്തിലെ പോലീസിന് ഇനി മിണ്ടാൻ കഴിയാത്തൊരു സ്ഥിതിയാണ് വന്നിരിക്കുന്നത്. ഇത് ഏറ്റവും ഗുണം ചെയ്തിരിക്കുന്നത് രാഹുൽ മാങ്കൂട്ടത്തിന് തന്നെയാണ്. അന്വേഷണത്തിന് ഉത്തരവിട്ട പിണറായി വിജയന്റെ പോലീസിന്റെ വിശ്വാസ്യത തകരുകയും മാങ്കൂട്ടത്തിന്റെ വിശ്വാസ്യതയും ജനപിന്തുണയും വർദ്ധിക്കുകയും ചെയ്തിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഒരു സംശയവും വേണ്ട, ഈ നിമിഷം വരെ കേരളം രാഹുലിനൊപ്പം തന്നെയാണ് നിൽക്കുന്നത്. ആഴ്ചകളായി ഒരു പരാതിക്കാരിയെയും തപ്പി നടക്കാൻ തുടങ്ങിയ അന്വേഷണ സംഘം എന്നത് പിണറായി വിജയന്റെ കഴിവുകേടിൽ പിറന്ന ഒരു സംവിധാനം ആണെങ്കിൽ കുന്നംകുളത്തേത് മൃഗീയമായ സിനിമയെ പോലും വെല്ലുന്ന പോലീസ് ക്രിമിനലിസമായിരുന്നു. രണ്ടിലും നാണം കെടുന്നൊരവസ്ഥ CPMന്റെ ചരിത്രത്തിൽ തന്നെ ആദ്യമായിട്ടായിരിക്കും. ഏതായാലും പരാതിക്കാരിയില്ലെങ്കിലും പ്രതി എന്ന് വിളിക്കുന്ന മാങ്കൂട്ടം പൂർവാധികം ശക്തിയോടെ തിരിച്ചു വരുന്നു എന്ന് തന്നെയാണ് സൂചന ലഭിക്കുന്നത്.